ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് അല്ലെങ്കിൽ വീഡിയോ സീരീസിൻ്റെ ആദ്യത്തെ വലിയൊരു മേജർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ സീരീസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എന്നെക്കുറിച്ച് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചില ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനീസിൽ, മാർക്കറ്റിംഗ് ഏജൻസീസ് ആകട്ടെ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഫേംസിൻ്റെ ഭാഗമായിരുന്നു ഞാൻ. ഇപ്പോൾ കറൻ്റ്ലി ഞാനൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റാണ്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കും. ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരികയാണ്. എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ സാധാരണ വരുന്നത്. ഒന്ന് വന്നിട്ട് പരസ്യം ചെയ്യുന്ന ആൾക്കാർ, രണ്ടാമത് ആ പരസ്യം എവിടെ കാണിക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എല്ലായിടത്തും. സോ ഞാനിപ്പോൾ രണ്ടിലും, അതായത് പരസ്യം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്, ഒപ്പം പരസ്യം എവിടെ കാണിക്കണം അല്ലെങ്കിൽ ആ പരസ്യം എവിടെ അല്ലെങ്കിൽ ആ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് എവിടെ കാണിക്കുന്നു എന്ന് കാണിക്കുന്നില്ലയോ ആ പ്ലാറ്റ്ഫോംസ്, അവർക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ മറ്റൊരു കാര്യം, ഞാൻ IIM നിന്ന് ഒരു MBA എടുത്തിട്ടുണ്ട്. സോ ഒരു നോർമൽ സാധാരണ ഹ്യൂമൻ ബീയിങ് മാത്രമാണ് ഞാൻ. എനിക്കും തെറ്റുകൾ പറ്റിയ തിരുത്തി തരിക. കാരണം ഞാൻ മറ്റേ ഗുരൂസ് പറയുന്ന പോലെ ഞാനൊരു മിസ്റ്റർ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നൊരു വിശ്വാസമൊന്നുമില്ല. ചിലപ്പോൾ ഞാനും തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ദൈവമൊന്നുമല്ലല്ലോ. നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൽ തിരുത്തി തരിക, അത് അംഗീകരിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോർമൽ മാർക്കറ്റിംഗ് തമ്മിൽ എന്താണ് മേജർ ഡിഫറൻസസ് വരുന്നത്. നിങ്ങൾ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ വന്നിട്ട് ഒരു മൂവി റിലീസാവുന്ന സമയത്ത് നമ്മൾ കോളാമ്പി വെച്ച് വിളിച്ച് പറയും, മൈക്ക് വെച്ചിട്ട് നമ്മുടെ വണ്ടിയിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, അല്ലെങ്കിൽ നോട്ടീസുകൾ വിതറും, പാംപ്ലെറ്റ്സ്. അതല്ലെങ്കിൽ ഒരു മൂവീസോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോ ഒരു റെസ്റ്റോറൻറ്റോ ഒരു ഇവൻ്റൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ന്യൂസ് പേപ്പറൊക്കെ ഇടുന്ന ആ പയ്യന്മാരുണ്ട്. ഞാൻ ന്യൂസ് പേപ്പർ ഇടാൻ വേണ്ടി പോയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ശമ്പളം എന്ന് പറയുന്നത് 250 രൂപയായിരുന്നു. അപ്പോൾ ഈ ചില ആൾക്കാർ കുറേ പാംപ്ലെറ്റ്സ് കൊണ്ടുതരും, പ്രിൻറ്റഡ് നോട്ടീസസ്. അത് പത്രത്തിനകത്ത് വെച്ചിട്ട് നമ്മൾ വീട് അങ്ങനെ വിട്ടു കൊടുക്കും. അപ്പോൾ നമുക്ക് കുറച്ചൊരു അഡീഷണൽ കാശ് കിട്ടും. 250 കൂടെ 10-50 രൂപ നമ്മൾ എത്ര പത്രം ഇടുന്നു അല്ലെങ്കിൽ എത്ര വീടുകളിലാണ് പത്രം ഇടുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു അഡീഷണൽ ചെറിയൊരു എമൗണ്ട് നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് ഈ ബോണസ് കിട്ടുന്ന പോലെ വളരെ സന്തോഷം തരുന്ന ഭയങ്കര ഒരു സംഭവമായിരുന്നു അതൊക്കെ ഒന്ന് ആ കാലത്ത്. എനിക്ക് തോന്നുന്നു എൻ്റെ 6ാം ക്ലാസ്സിലോ 5-ോ 6-ലോ വെച്ചാൽ ഞാൻ ന്യൂസ് പേപ്പർ ഇടാൻ തുടങ്ങുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് എഫേർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഉത്സവങ്ങൾക്കിടയിൽ വിളിച്ച് പറയുക, TV-യിൽ പരസ്യം കാണിക്കുക. അതിനു മുന്നേ നമ്മുടെ ആകാശവാണി ഉണ്ടായിരുന്ന സമയത്ത് റേഡിയോയിലെ പരസ്യങ്ങൾ പറയുക, ഒരു വോയിസ് വെച്ചിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ TV വന്നു, TV-യിൽ ആ പരസ്യങ്ങൾ വരാൻ തുടങ്ങി, വീഡിയോയും. പിന്നെ എന്താ പറയുക, നമ്മുടെ നോർമൽ സ്ക്രീൻസ്, ഇമേജസും, അതായത് പിക്ചേഴ്സും ഫോട്ടോസും പരസ്യങ്ങളായിട്ട് കാണിക്കാൻ തുടങ്ങി. പിന്നെ എന്താ പറയുക, വേറെന്താ പിന്നെ പിന്നെ FM വന്നു. അപ്പോൾ ഇതിനൊക്കെ ഒപ്പം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇച്ചിരി ലേറ്റായിട്ട് എത്തിയതായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പക്ഷെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ്റർനെറ്റ് വന്ന ആ ഒരു സഡൻ പീരീഡിന് ശേഷം തൊടുക ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ പലർക്കും അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുക, നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ്, എനിക്ക് ഒരു ഇഡ്ഡലി കുട്ടം അല്ലെങ്കിൽ ഇഡ്ഡലി കുക്കർ വേണമെന്ന് ടൈപ്പ് ചെയ്തു, ഇഡ്ഡലി കുക്കർ. സോ നെക്സ്റ്റ് ഡേ നിങ്ങളുടെ മൊബൈൽ എടുക്കുന്ന സമയത്ത്, നിങ്ങൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഡ്ഡലി കുക്കറിൻ്റെ പരസ്യങ്ങൾ കാണിക്കുന്നത് ജസ്റ്റ് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് തോന്നും, ഇതൊരു ഇഡ്ഡലി കുക്കർക്ക് ഉള്ളത് എങ്ങനെ വരുന്നു അല്ലേ? കുറേ ചോദ്യങ്ങളാണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിജിറ്റലി നമ്മൾ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാൻ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ലോഞ്ചോ അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സർവീസോ എന്തും ഹിക്കപ്സ് ക്ഷമിക്കുക, ഡിജിറ്റലി ചെയ്യുന്നത് എന്തും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൂടുതൽ വരും. അത് ഓർഗാനിക് ആകാം, പെയ്ഡ് ആകാം. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കിയാൽ പണ്ട് ഓർക്കൂട്ട് ഉണ്ടായിരുന്നു, അതിനുശേഷം ഫേസ്ബുക്ക് വന്നു, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമോ, ഒരു പലതരം സോഷ്യൽ മീഡിയ ആപ്സ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രസൻസിൽ നമ്മളൊരു ഫേസ്ബുക്ക് എടുക്കുക എക്സാമ്പിൾ. ഞാനൊരു ഹോട്ടൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഹോട്ടലോ ബേക്കറി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്കൊരു 10-10,000 ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങൾ അല്പം എഴുതുന്ന, കുറച്ച് കലാപരമായ വാസനകളുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു ഭാഗ്യവാനായ മനുഷ്യനാണ് നിങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ അവിടെ ഒരു പോസ്റ്റ് ഇടും, ഞാനൊരു ബേക്കറി തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഹോട്ടൽ ഇന്ന ഡേറ്റ് തുടങ്ങാൻ വേണ്ടി പോകുന്നു. പല ഓൺലൈൻ ടൂൾസൊക്കെ ഉപയോഗിച്ച് 1-2 ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഹോട്ടലിലെ പണി നടക്കുന്നതൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അല്പം ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ 10,000 പേരിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തും, നിങ്ങളുടെ ഫോളോവേഴ്സിലേക്ക് എത്തും. ഒപ്പം അവരും പറയും,
ഇന്ന ആളൊരു ബേക്കറി തുടങ്ങാൻ പോകുന്നു ഇന്ന ഡേറ്റിൽ ഒന്ന് പോയി നോക്കിയാലോ. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലവ് വരുന്നുണ്ടോ? 1 രൂപയുടെ ചിലവ് പോലും നിങ്ങൾക്ക് വരുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പത്രം ഇടാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊരു പബ്ലിസിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ നോൺ പെയ്ഡ് അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ളൊരു റീച്ചാണ് നമുക്ക് കിട്ടുന്നത്. പെയ്ഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ ചെറിയ SMEs ചെയ്യുന്നത്, ചെറിയ ആൾക്കാർ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറിയ കമ്പനീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫേസ്ബുക്കിൽ മറ്റുമാണ് ചെറിയ പരസ്യങ്ങൾ കൊടുക്കുന്നു. അതൊക്കെ വന്നിട്ട് പെയ്ഡിൽ വരും, പക്ഷെ അവിടെ ചെറിയ പേയ്മെൻറ്റ് വരുന്നുണ്ട്. സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെയും മറ്റേ നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെയും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മീൻസ് കമ്പാരിസൺ നമ്മൾ നോക്കും. മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ്ലി നമ്പേഴ്സ് വെച്ച് ട്രാക്കബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫേസ്ബുക്ക് തന്നെ എടുക്കുക. നമുക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, മെറ്റ. ഫേസ്ബുക്കിൽ നമ്മൾ പരസ്യം കൊടുക്കുകയാണ്. അവിടെ ആ പരസ്യം എത്ര പേര് കണ്ടു, അല്ലെങ്കിൽ എത്ര പേര് ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഏത് ഏജ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് കണ്ടത് ഒക്കെ നമുക്കത് അറിയാൻ പറ്റും. എന്നാലോ ഈ നോർമൽ ഓഫ്ലൈൻ അതായത് നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡ്സ് ഈ ഒരു FM റേഡിയോയിൽ നമ്മൾ കൊടുക്കുകയാണ്. എങ്ങനെ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും ഇത്ര പേര് കണ്ടു എന്ന്, അല്ലെങ്കിൽ ഇത്ര പേര് കേട്ടു എന്നത്. ഇത്ര ഡിവൈസ് ഓൺ ചെയ്ത് വെച്ചെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ. കൃത്യമായിട്ട് നമ്പേഴ്സ് വരുന്നുണ്ടോ, അതിൽ തന്നെ എത്ര പോലും നമ്മുടെ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന എങ്ങനെ അറിയാൻ പറ്റും. അതുകൊണ്ടല്ലേ പലപ്പോഴും ഈ ട്രഡീഷണൽ മീഡിയയിൽ നമ്മൾ TV ആർട്സിലൊക്കെ ചെയ്യുന്നത് എന്തുവാ, ഒരു ചില ക്രിക്കറ്റിൻ്റെ ഒക്കെ സമയത്ത് സ്പോർട്സ് പ്രോഡക്റ്റൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്, പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാര്യം എന്താ, സെക്കൻഡ്സിന് അവർ ലക്ഷങ്ങൾ വരുന്ന സ്ലോട്ട്സ് ഉണ്ട്. സ്ലോട്ട്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ആർട്ട് സ്പേസസ് ഉണ്ട്, പരസ്യത്തിൻ്റെ സ്പേസസ്. സോ എൻഡ് ഓഫ് ദ ഡേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മെഷറബിൾ ആയിട്ടുള്ള ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വളരെ ഗ്രാനുലർ ലെവൽ, വളരെ ചെറിയ, വളരെ അഗ്രസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് എഫേർട്സാണ്. ഡിജിറ്റലി ചെയ്യുന്നത് മാർക്കറ്റിംഗ് എഫേർട്സാണ്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും പലപ്പോഴും നിങ്ങൾ കൊടുക്കുന്നത് ചുമ്മാ വെറുതെ കാശ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് 1000 ക്ലിക്ക് അല്ലെങ്കിൽ 1000 പേര് പരസ്യം കണ്ടാൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം. അതാണ് നമുക്കത് കിട്ടിയിട്ടാണ് കാശ് കൊടുക്കുന്നത്. അതിന് മുന്നേ കിട്ടിയിട്ട് കാശ് കൊടുക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ പരസ്യം ചെയ്യുമ്പോൾ കാശ് കൊടുക്കേണ്ടതെന്നല്ല പറയുന്നത്. വലിയ വലിയ കമ്പനീസ് എന്ന് വെച്ചാൽ അവർക്ക് ക്രെഡിറ്റ് ലൈൻസ് ഉണ്ടാവും. അവർ നമുക്ക് കുറേ മീഡിയ പ്ലാൻസ്, കുറേ കാര്യങ്ങളുണ്ടാകും, കുറേ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. നമ്മൾ ക്യാമ്പയിൻ റൺ ചെയ്യും, അല്ലെങ്കിൽ പരസ്യങ്ങൾ റൺ ചെയ്യും, എഫേർട്സ് റൺ ചെയ്യും. അതിനുശേഷം നമ്മൾ ബില്ല് അവർക്ക് അയച്ചു കൊടുക്കും. ഇത്രയായിരുന്നു, ശരി, ഒരു പാസ്സാക്കി തരും. പക്ഷെ ചെറിയ കമ്പനീസ് നടപടിയാവത്തില്ലല്ലോ. സോ ഞാൻ ഒത്തിരി സ്ലോ പറയുന്നുണ്ട്, എനിക്കറിയാം, ക്ഷമിക്കുക. ഇത് സ്ക്രിപ്റ്റഡ് അല്ല, എൻ്റെ വായി തോന്നുന്ന കാര്യം ഞാൻ എൻ്റെ അറിവ് പറഞ്ഞു പോവുക ചെയ്യുന്നത്. സോ നിങ്ങൾ ഇനിയുള്ള വീഡിയോ സീരീസ് കാണാൻ പോകുന്നത് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഹയറാർക്കീസ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെറും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല ഗൈസ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പല സെക്ഷൻസുണ്ട്. ഫോർ എക്സാമ്പിൾ SEO, അതായത് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏത് കീവേഡ്സ് റാങ്ക് ചെയ്യണം, അത് ഏത് കീവേഡ്സ് ആണ്, എങ്ങനെയാണ് വരുന്നത്, അതൊരു സെക്ഷൻ. പെർഫോമൻസ് മാർക്കറ്റിംഗ് തന്നെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് വരുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളൊരു കീവേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് കിട്ടുന്നു, അത് എങ്ങനെ കിട്ടുന്നു, അത് എങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്ന, അല്ലെങ്കിൽ സ്നാപ്ചാറ്റും, ഇവിടെ ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻഡാണ്, പക്ഷേ ടിക്ടോക്കിൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആഡ്സ്. പിന്നെ പ്രോഗ്രമാറ്റിക്, അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമാണ്. എനിക്ക് തോന്നുന്നില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് സ്കിൽഡായിട്ട് വരുന്നത് തോന്നുന്നു പ്രോഗ്രമാറ്റിക്കിൽ. അത് അത്യാവശ്യം കോംപ്ലക്സ് ആണ്. പല പ്ലാറ്റ്ഫോംസ്, ഞാൻ ഏതാണ്ട് 7ഓളം പ്രോഗ്രമാറ്റിക് പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്ത ഒരാളാണ്. സോ നമുക്കറിയാം, എനിക്കറിയാം പേഴ്സണലി ഓരോ പ്ലാറ്റ്ഫോംസും എൻ്റെലി ഡിഫറെൻ്റ് ആണ്. കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, നമുക്ക് വരുന്നുണ്ട്. സോ പ്രോഗ്രമാറ്റിക് ഉണ്ടാകും. ഇപ്പോൾ ബൂമിംഗ് ആയിട്ട് വരുന്ന റീറ്റെയിൽ മീഡിയ അല്ലെങ്കിൽ ഇ-കൊമേഴ്സസ്. സോ ഇത് ഒരുപാട് സെക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളെ വീഡിയോസ് വന്നിട്ട് ഈ ഓരോ കാറ്റഗറീസിനകത്ത് എടുത്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ഞാൻ പ്രിഫറബിളി നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ വന്നിട്ട് വരുന്നത്, സെക്ഷൻ ഇത് മൊഡ്യൂൾസിൻ്റെ വരുന്ന ഭാഗം വരുമ്പോൾ പ്രോഗ്രമാറ്റിക് തൊട്ട് തുടങ്ങാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യം ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാമെന്നതും. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്നത്, എനിക്ക് ഉറപ്പില്ല, സമയത്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്ത് പോകും, മറ്റൊരു വീഡിയോ വന്നിട്ട് നിങ്ങളൊരു സ്മാൾ സ്കെയിൽ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് മെച്ചം ഉണ്ടാകും. ഞാൻ വേറൊരു കാര്യം കൂടി ഈ സീരീസിലൂടെ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ബേക്കറി, ഒരു സ്മോൾ സ്കെയിൽ പ്ലെയറിന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഫേർട്ട് ചെറുങ്ങനെ എങ്ങനെ ചെയ്യാം, ഒരു കൺസൾട്ടിങ് പോലെ എൻ്റെ ചെറിയൊരു ലിമിറ്റഡ് അറിവിൽ നിന്ന് സഹായിക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം PPTയോ വൈറ്റ് ബോർഡോ ഒന്നും നിങ്ങൾ എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഞാൻ അതിന് പറ്റിയ മെറ്റീരിയൽ അല്ല. അപ്പോൾ ലവ് യു ഓൾ. ബൈ.